കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിൻ്റെ നമസ്കാരം. ഇന്നിവിടെ പരാതിക്കാരിയായി എത്തിയിരിക്കുന്നത് വിതുരയിൽ നിന്നും ലിൻസിയാണ്. ലിൻസി വരൂ. അസൂയാവഹമായ കുടുംബജീവിതമായിരുന്നു ലിൻസിയുടേത്. അനി തന്റെ പ്രണയം തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവളെ സ്വന്തം ജീവിതത്തിലേക്ക് ആനയിച്ചത്. സ്നേഹശീലനും കഠിനാധ്വാനിയുമായിരുന്നു അയാൾ. സുഖമത്തെ ശിഥിലമാക്കുവാൻ അനിയുടെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി കടന്നുവന്നു. ലിൻസി വിതുരയിൽ എവിടെയാ പ്രോപ്പറായിട്ടുള്ള? ആനപ്പാറയിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും? പപ്പ മരിച്ചിട്ട് 2 വർഷമായി. അമ്മയുണ്ട്, സഹോദരനുണ്ട്, ഭാര്യ, 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരു സഹോദരനേ ഉള്ളൂ? ഒരു സഹോദരൻ. അവരൊക്കെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്? എല്ലാവരും ഒരുമിച്ച്. ലിൻസി താമസിക്കുന്നത് എവിടെയാ ഇപ്പോൾ? ഞാൻ അവിടെ ആയിരുന്നു. ഞാനിപ്പോൾ 1 വർഷത്തോളം ഇവിടെ ലോ അക്കാഡമിയിൽ ജോലിക്ക് വന്നിരിക്കുന്നു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 14 വർഷമായി. 14 വർഷമായി. അപ്പോൾ എന്താ ഇപ്പം ലിൻസിയുടെ പ്രധാന പ്രശ്നം? 10 വർഷം വരെ നല്ല ജീവിതമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പത്തനാപുരത്താണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ പേര്? അനി. നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരായിരുന്നോ? കല്യാണമായിട്ടല്ലായിരുന്നു. എൻ്റെ സഹോദരൻ്റെ കല്യാണത്തിന് വേണ്ടി വീട് പുതുക്കാൻ വേണ്ടി അപ്പം മേശരി ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ മാമൻ്റെ മോൻ ചെന്ന് പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് കെട്ടിടപ്പണി ചെയ്യുന്ന ആളാണ്. അപ്പം വിളിച്ചുകൊണ്ടുവന്ന് വീട് പണിക്ക് വേണ്ടി വന്നതാണ് വീട്ടിൽ. പുള്ളി വാങ്ങിച്ചു കൊടുക്കുക, അവർ വാങ്ങിച്ച് തല്ലി പൊട്ടിച്ച് കളയുക. അതിലെനിക്ക് മനസ്സിലാത്തത് തെറ്റ് സംഭവിച്ചു പോയി എന്ന് തന്നെയാണ് ആ കുട്ടി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവൾ പറഞ്ഞ ചേച്ചി എൻ്റെ ഭാഗം നല്ല അണ്ണൻ ഇങ്ങനെ എൻ്റെ അടുത്ത് തെറ്റായിട്ട് സംസാരിച്ചു പെരുമാറി. പക്ഷെ അത് ചേച്ചിയുടെ അടുത്ത് പറയാത്തത് പിന്നെ അതുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 37 വയസ്സായി. ഇപ്പോ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് മക്കള്? എനിക്ക് 13 വയസ്സാകാൻ പോകുന്നു മോന്. ഒരു മോനുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് എന്നോ 8-9 വയസ്സുണ്ട് ആ കൊച്ചിന്. എന്നിട്ട് ഈ ഫോൺ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിലുള്ള ഒരു ഫോൺ എറിഞ്ഞു പൊട്ടിക്കുക. പുള്ളി വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു ഫോണിൻ്റെ കവറും കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ കവർ. അന്നേരം പറഞ്ഞത് അവിടെ ഞാൻ ഓട്ടോയിൽ കയറിയപ്പോൾ ഒരു കാലി കവർ ഇറന്ന് മോന് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷെ ആ സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മമ്മി വന്ന് പറഞ്ഞത് അവൻ ഇപ്പോഴും ഫോൺ വാങ്ങിച്ച് കൊടുത്ത്. അപ്പോൾ ഇവർ ഫോണിൽ കൂടെ കൂടുതൽ കോൺടാക്ട്, ഒരു മുറ്റമാണെങ്കിലും ഇവൾ പിന്നെ ഇങ്ങോട്ട് വരാതായി. പിന്നെ ഉള്ള സംസാരം എന്ന് പറഞ്ഞാൽ ഫോണിൽ കൂടെ അവർ. അത് ഞാൻ ഇതൊന്നും അറിയാത്തത്. ഇങ്ങനെയുള്ള രഹസ്യം എന്തോയിരുന്നു ഫോൺ വഴിയുള്ള. അങ്ങനെയായപ്പോൾ എൻ്റെ ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. കുളത്തുപുഴ ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം അവിടെ എൻ്റെ പഴയ ഒരു കോൺടാക്റ്റ് ഉണ്ട്, അങ്ങനെ കീഴിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. അപ്പം പോയിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടെ അന്വേഷിച്ച് പോകാൻ പറഞ്ഞു, അത് നീ ഇവിടെ വരണ്ട, നീ വന്നാൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവും, പിന്നെ അതുകൊണ്ട് നീ ഇവിടെ നിൽക്കേണ്ട. ഞാൻ അപ്പോഴും എൻ്റെ അമ്മയും പറഞ്ഞു ഇവളും കൂടെ ഇവിടെ നിൽക്കട്ടെ. വേണ്ട ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സമാധാനം ഇല്ലാത്തതാണ്, അവിടെ നിന്ന് സമാധാനം ഇല്ലാത്തതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദിവസം ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങ് വന്നോളാന്ന് പറഞ്ഞു. നീ ഇപ്പോൾ അമ്മയുടെ കൂടെ പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. ഞാനന്നേരം എൻ്റെ അമ്മ ശരിയാണ് ഇവിടെ നിൽക്കുന്നത്, നിൽക്കട്ടെ. അപ്പം അവിടെ വരുമ്പോഴല്ല അവളെ കാണുമ്പോഴല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. പുള്ളിക്കാരനെ ഞങ്ങളുടെ കൂടെ അങ്ങ് വിട്ടു. അവളെ ആൾക്കാരെ വരുത്തി, കുട്ടിയുടെ ആൾക്കാരെ വരുത്തി അവരെ ആ കുട്ടിയെ കൊണ്ടുപോയി. അവളെ ആൾക്കാർ കൊണ്ടുപോയി. ഇദ്ദേഹം കാര്യമൊക്കെ പറഞ്ഞു പിന്നെ പോരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചത് നിനക്ക് ഇപ്പൊ ആരെ വേണോ, ഇവിടെ വേണോ? അവളെ അപ്പം പറഞ്ഞു എൻ്റെ ഭാര്യയെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എൻ്റെ കൂടെ ഇങ്ങ് വരുന്നു. പിന്നെ അവരെന്ത് ഇടയ്ക്കെന്തോ സംസാരിച്ചെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാനും കരയുന്നു. ഇവളും അടുത്ത് വന്നുകൊണ്ട് പറയുന്നത് അത് എന്നെയും കൂടെ അന്വേഷിക്കാൻ പറഞ്ഞാൽ മതി മേഡം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും കൊണ്ട് ഇവള് സംസാരിക്കുന്നു. ഭാര്യയും കുഞ്ഞും വന്ന് അവകാശം പറഞ്ഞ് നിൽക്കുമ്പോൾ നീ എന്തോ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവൾക്കൊരു അടിയും കൊടുത്തു. അന്നേരം പറഞ്ഞപ്പം പുള്ളിക്കാരനെ ഞങ്ങളുടെ കൂടെ എഴുതിയൊക്കെ ഒപ്പിട്ട് പറഞ്ഞ് എനിക്ക് ഭാര്യയും കുഞ്ഞിനെ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങ് വിട്ട്. അവളെ ആൾക്കാരും കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലിങ്ങ് കൊണ്ടുവന്ന് അന്ന് രാത്രിയും പുള്ളി പറയും അവിടെ ജീവിതം പോയില്ലേ എന്നാ പറയുന്ന മൊത്തം. അന്ന് രാത്രിയിലെല്ലാം പറയുന്ന അവിടെ ജീവിതം പോയി, അവൾ കൊച്ചു പെണ്ണായിരുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ അറിഞ്ഞു വെച്ചോണ്ടല്ലേ അവള് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബം തകർക്കാൻ വന്നത്. പക്ഷെ അറിയാത്ത ഒരാളാണെങ്കിൽ അച്ഛൻ ജോലി സ്ഥലത്തൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് സംഭവിച്ചെങ്കിൽ ഞാൻ അന്നേരം അങ്ങ് വിട്ടുകൊടുത്തേനെ, കുഴപ്പമില്ല, എന്തോ അറിയാതെ അവൾക്ക് സംഭവിച്ചാണല്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ വളർത്തി എൻ്റെ കൂടെ നടന്ന കൊച്ചല്ലേ അവൾ. അപ്പോൾ അറിഞ്ഞു വെച്ചോണ്ട് എൻ്റെ കുടുംബം തകർത്താൽ പിന്നെ ഞാൻ ഭർത്താവില്ലാതെ ജീവിച്ചിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ അവൾക്ക് വിട്ടുകൊടുക്കാനാ എന്ന് ഞാൻ പറഞ്ഞില്ല. അത് ഒരിക്കലും ഇല്ല. ഞാൻ എവിടെ തന്നെ അത് കോടതി കയറിയാലും ഞാനങ്ങനെ വിട്ടുകൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇല്ല, അത് അവിടെ ജീവിതം രണ്ടുപേരും കൂടെ ഞാൻ അന്വേഷിക്കാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിൽ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ 2 പേർക്കും വില കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്
ഇവരൊരു കുഞ്ഞമ്മേരെ ഇവിടെ വീട്ടിൽ വന്നെങ്കിൽ ഇങ്ങനെ സമാധാനമില്ല. വീട്ടിൽ ഊണുമില്ല ഉറക്കമില്ല ഒരു പിന്നെ ശരിക്കും അങ്ങ് വെള്ളം അടിക്കും. പിന്നെ മദ്യപാനിയായി ഈ പ്രശ്നത്തോട്, അല്ലെങ്കിൽ വെള്ളമൊന്നും അടിക്കില്ല. അങ്ങനെ നല്ല സമാധാനമുള്ള ജീവിതമായിരുന്നു.